പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതയാമത്തിൽ കർത്താവിൻ്റെ സന്നിധി നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 20-ാം വാക്യം. നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവർ തന്നെ അവർ 30, 60, 100 മേനി വിളയുന്നു. ഇതൊരു ഉപമയാണ്. മർക്കോസ് സുവിശേഷം 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് യേശുക്രിസ്തു എല്ലാം ഉപമകളാലാണ് പ്രസ്താവിച്ചിരുന്നത്. ഹല്ലേലൂയ. ഒരുവൻ വിത്ത് വിതയ്ക്കുവാൻ പുറപ്പെട്ടപ്പോൾ അത് ഏതെല്ലാം സ്ഥലത്ത് വീണു, അത് എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് ഈ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചിലത് വഴിയരികെ വീണു, ചിലതും പാറസ്ഥലത്ത്, ചിലത് മുള്ളിനിടയിൽ, ചിലത് നല്ല നിലത്ത് വീണു. പ്രീതി മക്കളെ, ഇത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്നത് തിന്നു കളഞ്ഞു. മറ്റു ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തടത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലായ്കയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറ് ചൂട് തട്ടി വേരില്ലായ്ക കൊണ്ട് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ളു മുളച്ചു വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു, അത് വിളഞ്ഞതുമില്ല. മറ്റു ചിലത് നല്ല മണ്ണിൽ വീണിട്ട് മുളച്ചു വളർന്ന് ഫലം കൊടുത്തു, 30, 60, 100 മേനി വിളഞ്ഞു. ഹല്ലേലൂയ. നോക്കൂ, വഴിയരികെ വീണത് അടഞ്ഞ സ്ഥലത്ത്, അതായത് തറഞ്ഞ സ്ഥലത്ത്, കഠിനമായ സ്ഥലം. ഹല്ലേലൂയ. വിട്ടുവീഴ്ചയില്ലാത്ത മനസ്സാണ് ഇത് കാണിക്കുന്നത്. പറവകളായിട്ട്, അതായത് പിശാചും സേനകളും ഒക്കെ വന്ന് ഇത് കൊത്തിക്കളയുന്ന അവസ്ഥ. ഹല്ലേലൂയ. അവിടെ കുറെ നേരം കിടന്ന്, അതായത് മറന്നു പോകുന്ന അവസ്ഥ. യാതൊരു ഫലവുമില്ല. എല്ലാവരും ചവിട്ടിക്കളഞ്ഞത് വേണ്ടാത്ത രീതിയിൽ. ഹല്ലേലൂയ. അത് ഒരിക്കലും മുളച്ചു വരില്ല. അതിന് ഫലം കൊടുക്കുവാൻ കഴിയാത്തവണ്ണം, അതായത് മുളയ്ക്കുവാനോ വേരിറങ്ങുവാനോ സാധിക്കാതെ, ഹല്ലേലൂയ, ഫലം കൊടുക്കുവാൻ കഴിയാതെ അതായിത്തീരുന്ന അവസ്ഥ. ഹല്ലേലൂയ. അതാണ് വഴിയരികെ വീണത്. അടുത്തത് നോക്കൂ, പാറസ്ഥലത്ത്, ആഴമില്ലാത്ത മനസ്സാണ് പ്രീതി മക്കളെ ഇത്. നോക്കൂ, ഇവിടെ പറഞ്ഞിരിക്കുന്നു. നോക്കൂ, പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തടത്ത് വീണു, മണ്ണിന് താഴ്ചയില്ലായ്കയാൽ. ഹല്ലേലൂയ. വചനത്തിന് വലിയ സ്ഥാനമില്ലാത്ത, സ്വാധീനമില്ലാത്ത, കഠിനമായിട്ടുള്ള, ഹല്ലേലൂയ, ജഡീക മനസ്സാണ് ഇതിനകത്തുള്ളത്. പ്രിയതേ മക്കളെ, രാത്രിയിലെ മഞ്ഞ് അല്പം ആവേശം, അതായത് അല്പമായിട്ട്, ഹല്ലേലൂയ, ഇവിടെ പാറസ്ഥലത്ത് വീണ് അത് പറയുന്നുണ്ടല്ലോ. സൂര്യൻ ഉദിച്ചാറേ, അതായത് താഴ്ചയില്ലായ്കയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറ് ചൂട് തട്ടി വേരില്ലായ്കയാൽ ഉണങ്ങിപ്പോയി. നോക്കൂ, സ്വൽപ്പ സമയം വചനം കേട്ടു, അത് അന്നേരം തന്നെ, ഹല്ലേലൂയ, അല്പം സമയത്തേക്ക് ഉത്സാഹം കാണിച്ചു, പിന്നെ അതെല്ലാം മറന്നുപോയി. ഹല്ലേലൂയ. അതായത് പീഡനങ്ങൾ ഓർത്ത്, പകലിലുള്ള ആ വെയില്, ആ ചൂടൊക്കെ തട്ടിയിട്ട്, ഹല്ലേലൂയ, ആ വിട്ടുകളയുന്ന അവസ്ഥയിലേക്കായിപ്പോയി. പ്രീതി മക്കളെ, നമ്മൾ എങ്ങനെയായിരിക്കണമെന്ന് മറ്റു താഴെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, മുള്ളിനിടയിൽ വീണത്. ഹല്ലേലൂയ. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ളു മുളച്ചു വളർന്നു, അതിനെ ഞെരുക്കിക്കളഞ്ഞു, അത് വിളഞ്ഞതുമില്ല. നോക്കൂ, ഹല്ലേലൂയ, ബഹുകാര്യമായിട്ട്, ഹല്ലേലൂയ, എല്ലായിടത്തും പോണം, എല്ലാം ചെയ്യണം. ഹല്ലേലൂയ. അങ്ങനെ മുളച്ചതെങ്കിലും മുകളിലേക്ക് വരുവാൻ വയ്യാത്ത, ഞെരുക്കിക്കളയുന്ന അവസ്ഥ. ഹല്ലേലൂയ. ഉപദ്രവങ്ങളേറ്റ് മുന്നോട്ട് പോവാൻ കഴിയാതെ, ഹല്ലേലൂയ, ഒരു തരത്തിലും വചനം പറയുവാനോ അത് സ്വീകരിക്കുവാനോ അത് പ്രകാരം ജീവിക്കുവാനോ കഴിയാത്ത അവസ്ഥ. ഹല്ലേലൂയ. ജീവിതത്തിൽ ക്ലേശങ്ങൾ കടന്നു വന്നിട്ട്, ഹല്ലേലൂയ, അതായത് നമ്മൾ സമ്പത്തിനെയൊക്കെ, ഹല്ലേലൂയ, അതിനകത്തങ്ങ് ആയിട്ട് ഈ ദൈവവചനത്തിൽ സമയം കൊടുക്കാതെ, അതാഴമായിട്ട് ചിന്തിക്കാതെ, ഹല്ലേലൂയ, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി, ഹല്ലേലൂയ, അത്യാർത്തി പൂണ്ട് ഞെരുക്കിക്കളയുന്ന അവസ്ഥ. അതൊക്കെ കടന്നു വന്നപ്പോൾ എന്താ, പ്രാർത്ഥിക്കുവാനോ മറ്റുള്ളതിനോ ഒന്നും സമയം കൊടുക്കാതെ, ഹല്ലേലൂയ, എല്ലാം സമ്പത്തുണ്ടാക്കണമെന്നുള്ള ആ വഞ്ചന ചെയ്യണം. ഹല്ലേലൂയ. എന്തെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു കൂട്ടണമെന്നുള്ള അവസ്ഥ. ഹല്ലേലൂയ. അതാണ് ഞെരുക്കിക്കളയുക. ഒരിക്കലും അത് മുളച്ചു വന്നിട്ട് എന്താ, വളർന്ന് ഫലം കൊടുത്തു. ഹല്ലേലൂയ. ഇവിടെ വന്ന് മുളച്ചു വന്നു, അതിനെ ഞെരുക്കിക്കളഞ്ഞ്, ഹല്ലേലൂയ,
ഹല്ലേലൂയ നല്ലതായിട്ട് വളരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ആദ്യമൊക്കെ എന്താണ് ഹല്ലേലൂയ എല്ലായിടവും പോയി വചനമൊക്കെ പറയാനുള്ള അത്യാർത്തി പൂണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷേ അത് മോഹം കൂടി ഹല്ലേലൂയ പണത്തിന്റെ ആർത്തി കൂടി. അതുകൊണ്ട് എന്താ വചനം പറയുവാൻ കഴിയാതെ മുന്നോട്ട് പോവാൻ കഴിയാതെ ഞെരുക്കി കളയുന്ന അവസ്ഥ. ഹല്ലേലൂയ ഉപദ്രവങ്ങളൊക്കെ ഏറ്റാൽ എനിക്ക് എങ്ങനെയായിത്തീരും, ഞാൻ ഇനിയും എൻ്റെ കുടുംബത്തെ പോറ്റുവാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ചിന്തിച്ച് ഹല്ലേലൂയ അത് വചനത്തെ ഹല്ലേലൂയ മാറ്റിക്കളയുന്ന അവസ്ഥ. അടുത്തതായിട്ട് എന്താ പറയുന്നത്? ഹല്ലേലൂയ മറ്റു ചിലത് നല്ല മണ്ണിൽ വീണിട്ട് മുളച്ചു വളർന്ന് ഫലം കൊടുത്തു, 30, 60, 100 മേനി വളർന്നു. നോക്കൂ ഹല്ലേലൂയ നല്ല മനസ്സിനെയാണ് ഇത് കാണിക്കുന്നത്. ഹല്ലേലൂയ തുറന്ന മനസ്സ്, വചനത്തിന് അനുകൂലമായ പരിസ്ഥിതി കേട്ടത് അവർ ഗ്രഹിച്ച് അതനുസരിച്ച് അത് ഉൾക്കൊണ്ട് അത് ഏറ്റെടുത്ത് ഹല്ലേലൂയ ഞാൻ കേൾക്കുന്ന വചനപ്രകാരം ജീവിക്കണം. അതെൻ്റെ ജീവിതത്തിൽ മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടണം. ഹല്ലേലൂയ അതുകൊണ്ട് എന്താണ് ഹല്ലേലൂയ അത് മുളച്ചു വന്നു. ഹല്ലേലൂയ അതിൻ്റെ വേരെങ്ങനെ താഴോട്ട് തന്നെ പോയി. ഹല്ലേലൂയ സസ്യം വളർന്ന് പന്തലിക്കുവാൻ തുടങ്ങി. മറ്റുള്ളവർക്ക് കൂടി ഹല്ലേലൂയ ഫലം കൊടുക്കത്തക്കവണ്ണം 30, 60, 100 മേനിയായിട്ട് വളരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ നോക്കൂ വഴിയരികെ വീണത് ഹല്ലേലൂയ അത് കൊത്തിക്കളഞ്ഞത് ഒരിക്കലും അത് മുളച്ചു വളർന്നു വരുവാൻ കഴിയാതെ അത് ഇല്ലായ്മയാക്കാൻ നോക്കിയപ്പോൾ പാറസ്ഥലത്ത് വീണത് അല്പസമയം ഹല്ലേലൂയ അത് വചനമൊക്കെ ഉൾക്കൊണ്ടു. ഹല്ലേലൂയ അതെന്താണ് ജീവിതത്തിൽ പല പ്രയാസങ്ങൾ നേരിട്ട് വന്നപ്പോൾ അത് ഇല്ലായ്മയായി പോയി. ഹല്ലേലൂയ മുന്നോട്ട് വളരുവാൻ സാധിച്ചില്ല. മുള്ളിനടിയിൽ വീണത് എന്താണ്? ഹല്ലേലൂയ എല്ലാം പിടിച്ചു കെട്ടണമെന്നുള്ള ആവേശം കൊണ്ട് ഹല്ലേലൂയ മുന്നോട്ട് പോകാൻ കഴിയാതെ ഹല്ലേലൂയ വചനത്തിന് സ്ഥാനം കൊടുക്കാതെ സമ്പത്തിൽ ഹല്ലേലൂയ തൻ്റെ കുടുംബത്തിൽ മാത്രം ഹല്ലേലൂയ ആശ്രയം വെച്ച് നിന്നു. പക്ഷേ നോക്കൂ ഹല്ലേലൂയ നല്ല നിലത്ത് വീണത് എങ്ങനെയാ? അത് മുളച്ച് ഹല്ലേലൂയ അതിൻ്റെ വേര് താഴോട്ട് തന്നെ പോയി. ഹല്ലേലൂയ വലിയ സസ്യമായി തീർന്നു. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുവാൻ ഹല്ലേലൂയ അനേകരോട് സത്യസുവിശേഷം പറയുവാൻ ഇടയായി തീർന്നു. പ്രിയ മക്കളെ ഹല്ലേലൂയ നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവർ തന്നെ അവർ 30, 60, 100 മേനി വിളഞ്ഞു. ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ നല്ല നിലത്ത് വീണ വിത്തുകളെ പോലെ ഹല്ലേലൂയ വചനം എന്താണ് പ്രിയ മക്കളെ? ഹല്ലേലൂയ അതാണ് വിത്ത്. ഹല്ലേലൂയ ആ വചനമാകുന്ന വിത്ത് നമ്മളിൽ വിതറുമ്പോൾ അത് നല്ല ഫലം പുറപ്പെടുവിപ്പാൻ ഇടയാകണം. ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ പ്രിയ മക്കളെ ഹല്ലേലൂയ വിതയ്ക്കുന്നത് ആരാ? നമ്മുടെ യേശുപ്പനാ നമ്മളിൽ നല്ല വിത്ത് വിതയ്ക്കുന്നത്. ഹല്ലേലൂയ ആ നല്ല വിത്ത് വിതയ്ക്കുന്ന യേശുപ്പനിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവാകുന്ന ആ വെള്ളം ഹല്ലേലൂയ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഹല്ലേലൂയ പ്രിയ മക്കളെ അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടത്തക്കണം ആക്കി തീർക്കും. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവെ ഇന്ന് തന്നെ നല്ല ഫലം പുറപ്പെടുവിക്കുന്നവളാക്കി എടുക്കണമേ, നല്ല ഫലം പുറപ്പെടുവിക്കുന്ന മകനാക്കി എടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവ് ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലെ അപ്പൻ വിത്ത് വിതറുമ്പോൾ ഹല്ലേലൂയ അത് 30, 100 മേനിയായി വിളഞ്ഞു വരുവാൻ ഫലം കൊടുക്കുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ ദൈവ സാന്നിധ്യം ഓരോ മക്കളും അനുഭവിപ്പാൻ ഇടയാകണം. ഹല്ലേലൂയ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആ ഹൃദയമാകുന്ന ഹല്ലേലൂയ ആ വയലിലേക്ക് ഹല്ലേലൂയ നല്ല വിത്തുകൾ വിതറി ദിവസങ്ങളിൽ ഹല്ലേലൂയ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടട്ടെ. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. ഓരോ ജീവിതങ്ങളെയും എടുത്ത് ഉപയോഗിക്കണമേ അപ്പാ. എന്തെല്ലാം വന്നാലും കർത്താവിന്റെ സാന്നിധ്യം വിട്ടു പോകുവാൻ ഒരിക്കലും ഇടയാവല്ലേ. കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ സ്തോത്രം.